നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പത്തനാപുരത്ത് KSRTC സ്വിഫ്റ്റ് ബസിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. 2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ലഗേജ് ബോക്സിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പന്മന സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് പിടികൂടിയത്. തേവലക്കരയിലെ വാടക വീട്ടിൽ നിന്ന് MDMA-യും കഞ്ചാവും പിടിച്ചെടുത്തു. KSRTC ഡിപ്പോയിൽ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ ഏറ്റുമുട്ടി. പത്തനാപുരത്തായിരുന്നു സംഭവം. ഡിപ്പോയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കമറിഞ്ഞ് ഡിപ്പോയിലെത്തിയ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. 25 യുവതി യുവാക്കൾക്ക് മാംഗല്യമൊരുക്കി ഗാന്ധിഭവൻ. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമൂഹ വിവാഹം. കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയാണ് സമൂഹ വിവാഹത്തിനായി യുവതി യുവാക്കളെ തിരഞ്ഞെടുത്തത്. വിശദമായ വാർത്തകളിലേക്ക്. പത്തനാപുരത്ത് KSRTC സ്വിഫ്റ്റ് ബസിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നും പോയി തിരികെ പത്തനാപുരത്തെത്തി എറണാകുളത്ത് പോയി മടങ്ങിവന്ന ബസിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ജീവനക്കാർ ബസ് ശുചിയാക്കുന്നതിനിടയിലാണ് ലഗേജ് ബോക്സിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പത്തനാപുരം KSRTC ബസിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കോയമ്പത്തൂരിൽ പോയി തിരികെ പത്തനാപുരത്തെത്തി എറണാകുളത്ത് പോയി മടങ്ങിവന്ന ബസിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. KSRTCയുടെ പുതിയ സ്വിഫ്റ്റ് AC ബസിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് എത്തിച്ച ആളിനെ പിടികൂടാനായിട്ടില്ല. ഓട്ടം കഴിഞ്ഞെത്തിയ ബസിനുള്ളിൽ ജീവനക്കാർ ക്ലീനിംഗ് നടത്തുന്നതിനിടെയാണ് ലഗേജ് ബോക്സിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെടുക്കുന്നത്. ബസ് കോയമ്പത്തൂരിൽ പോയി മടങ്ങും വഴി വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന്റെ പരിശോധനയ്ക്കിടെ 1/2 കിലോ കഞ്ചാവുമായി ഒരാളെ പിടികൂടിയിരുന്നു. അയാളുടേതാകാം ഈ കഞ്ചാവെന്ന അനുമാനത്തിലാണ് പോലീസ്. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൂട്ടായ്മയുടെയും ഭക്തിയുടെയും കൂടിച്ചേരലിൽ ഓണാട്ടുകരയ്ക്ക് കാഴ്ചയുടെ സൗന്ദര്യം സമ്മാനിച്ച് 28ാം ഓണമഹോത്സവം. ചെറുതും വലുതുമായ 200ഓളം കെട്ടുകാഴ്ചകളാണ് പടനിലത്ത് കാഴ്ചയുടെ അനുപമ സൗന്ദര്യം ഒരുക്കിയത്. കൈവെള്ളയിൽ എഴുന്നള്ളിക്കാവുന്നത് മുതൽ 71 അടി വരെ ഉയരമുള്ള കെട്ടുകാഴ്ചകളാണ് പടനിലത്തെത്തിയത്. 5-ാം തീയതി വരെ പടനിലത്ത് കെട്ടുകാഴ്ചകൾ ദർശിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വലുപ്പത്തിൽ ഏറ്റവും കൊമ്പന്മാരായ ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ കാലഭൈരവൻ, കൃഷ്ണപുരം മാമ്പറക്കന്നേൽ യുവജന സമിതിയുടെ ഓണാട്ടുകതിരവൻ, ആലുംപീടിക ജീനിയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വജ്രതേജോമുഖൻ, വയനകം നന്ദികേശ സമിതിയുടെ വില്ലൻ, പായിക്കുഴി വലിയകുളങ്ങര പൗരസമിതിയുടെ രൗദ്രബ്രഹ്മ ഋഷഭൻ തുടങ്ങിയ കെട്ടുകാഴ്ചകളാണ് പടനിലത്തിന്റെ ആവേശമായത്. നെറ്റിപ്പട്ടം, കുഞ്ചലം, വെഞ്ചാമരം എന്നിവയണിഞ്ഞ് ജീവതയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കുടമണി കുലുക്കിയാണ് നന്ദികേശന്മാർ പടനിലത്തെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ കെട്ടുത്സവ സമിതി ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തി പൂജിച്ചു നൽകിയ കൂവളമാലകൾ നന്ദികേശന്മാരുടെ ശിരസിൽ അണിയിച്ചതോടെയാണ് കാളമൂട്ടിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയത്. തുടർന്ന് വിവിധ വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഗ്രാമവീഥികളിലൂടെ ആനയിച്ച് വൈകുന്നേരത്തോടെ പടനിലത്തെത്തിച്ചു. രാവിലെ മുതൽ തന്നെ കെട്ടുകാഴ്ചകൾ പടനിലത്ത് എത്തിത്തുടങ്ങിയിരുന്നു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ നന്ദികേശന്മാരെ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് പരബ്രഹ്മ സവിധത്തിലേക്ക് ആനയിച്ചത്. കെട്ടുകാളകളുടെയും ഭക്തരുടെയും ബാഹുല്യം കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളും പടനിലത്ത് ഒരുക്കിയിരുന്നു. ഭരണസമിതി നൽകിയിട്ടുള്ള നമ്പർ ക്രമത്തിലാണ് നന്ദികേശന്മാരെ പടനിലത്ത് അണിനിരത്തിയത്. ഗതാഗത നിയന്ത്രണത്തിനും വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആയുധം കടത്തുനിന്ന് രഹസ്യവിവരം. മത്സ്യബന്ധന ബോട്ട് ശക്തികുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. 15 തൊഴിലാളികളും കസ്റ്റഡിയിലാണ്. 7 തമിഴ്നാട് സ്വദേശികളും 8 ഒഡീഷ സ്വദേശികളുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇതേസമയം ബോട്ടിൽ നിന്നും ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല.
മത്സ്യബന്ധന ബോട്ടിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് ശക്തികുളങ്ങര പോലീസ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. ബോട്ടിലെ 15 തൊഴിലാളികളും കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത്. ശക്തികുളങ്ങര ഹാർബറിലെത്തിയ ബോട്ട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന 7 തമിഴ്നാട് സ്വദേശികളെയും 8 ഒഡീഷക്കാരെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, ACP എസ് ഷെരീഫ്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP പി പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ബോട്ടിനുള്ളിൽ വിശദമായ പരിശോധന നടത്തി. ബോട്ടുകൾ തമ്മിലുള്ള വൈരത്തിന്റെ ഭാഗമായാണ് ഇത്തരം സന്ദേശങ്ങൾ കൈമാറുന്നതെന്നാണ് സൂചന. സന്ദേശം അയച്ച വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ഇതേസമയം ബോട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. 13 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പന്മന മാവേലിയിൽ നിന്നും തേവലക്കര മൊട്ടക്കിലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 12 ഗ്രാം കഞ്ചാവും പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് വാടക വീട് പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെടുത്തത്. ഈ തേവലക്കര മുട്ടക്കിൽ ഭാഗത്ത് ഒരു വീട്ടില് ഈ മുഹമ്മദ് റിയാസ് എന്നയാള് MDMA-യും മാരകമായ MDMA-യും കഞ്ചാവും മറ്റും വീട്ടിൽ സൂക്ഷിക്കുന്നത് സ്റ്റേഷനിൽ നിന്ന് കുട്ടിയുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇൻചാർജ് SI റഹീമിന് SI വരെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ SI രാജേഷ്, CPO അനിൽ, ജില്ലാ ഡെൻസം ടീമും നിയമപ്രകാരം ഈ മുഹമ്മദ് റിയാസിൻ്റെ വീട് സെർച്ച് നടത്തി. വീട് പരിശോധിച്ചതിൽ ടിയൻ വാടക വീട്ടിൽ നിന്നും ഉദ്ദേശം 11.5 ഗ്രാം MDMA-യും 10.34 ഗ്രാം കഞ്ചാവും കിട്ടിയിട്ടുണ്ട്. വാടക വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന 13 ഗ്രാം MDMA-യുമായാണ് യുവാവ് അറസ്റ്റിലായത്. പന്മന മാവേലി പനമൂട്ടിൽത്തറ വീട്ടിൽ നിന്നും തേവലക്കര മൊട്ടക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് റിയാസാണ് പിടിയിലായത്. 12 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ച് പന്മന, ചവറ, തേവലക്കര, തെക്കുംഭാഗം പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാൾ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വാടക വീട് പരിശോധിച്ചപ്പോഴാണ് MDMA ഉൾപ്പെടെ കണ്ടെത്തിയത്. ഇയാളുടെ സുഹൃത്തുക്കളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ ഇവരിൽ നിന്നും ലഹരി വാങ്ങി ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതുവരെ കിട്ടിയ ഒരു അടിസ്ഥാനത്തിൽ ഈ പന്മന തിരുവനന്തപുരം ഭാഗത്ത് ചെയ്യാനാണ് വിൽപ്പനയ്ക്ക് ഇന്ത്യ പല സാധനങ്ങൾ പല വിദ്യാർത്ഥികൾക്കും എത്തിച്ചു കൊടുക്കുന്ന വിവരം കിട്ടുന്നുണ്ട്. ടിയാന സാധനം ഈ MDMA പോലെ വസ്തുക്കൾ കിട്ടുന്ന സോഴ്സ് കണ്ടെത്തണമെന്നുണ്ട്. ടിയാനെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുന്നുണ്ട്. സിറ്റി പോലീസ് ഡാൻസ് ഓഫ് ടീമും തെക്കുംഭാഗം പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഇൻസ്പെക്ടർ S ശ്രീകുമാർ, SI റഹീം, ASI രാജേഷ്, CPOമാരായ അനിൽ, അൻസിഫ്, ലതിക എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവിൽ നിന്ന് 4 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വടക്കേവിള പട്ടത്താനം സ്വദേശി ശരത് മോഹനിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൊല്ലത്ത് ചില്ലറ വിൽപ്പനയ്ക്കായി ബുള്ളറ്റിൽ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികളിൽ നിന്നാണ് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. സംഭവത്തിൽ വടക്കേവിള പട്ടത്താനം പൂവക്കാട് തൊടിയിൽ വീട്ടിൽ ശരത് മോഹനാണ് അറസ്റ്റിലായത്. ഇയാളുടെ ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട പുന്നമൂട് ജംഗ്ഷന് വടക്ക് കുരിശടിമുക്കിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ഭരണിക്കാവ് ഭാഗത്തു നിന്ന് വന്ന ശരത്ത് സഞ്ചരിച്ച ബൈക്ക് കാൽനടയാത്രക്കാരെ തട്ടി മറിയുകയായിരുന്നു. അപകടത്തിൽ കാൽ ഒടിഞ്ഞു തൂങ്ങി ഗുരുതരമായി ശരത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ബാഗ് മറ്റാരും എടുക്കാൻ അനുവദിക്കാതെ കൈപ്പിടിയിൽ വയ്ക്കുകയും സമീപത്തുണ്ടായിരുന്ന യുവാക്കളോട് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടെ കൂടി നിന്നവർക്ക് സംശയമുണ്ടായെങ്കിലും അവർ ഓട്ടോറിക്ഷയിൽ കയറ്റി സമീപത്തെ ആശുപത്രിയിലേക്ക് വിട്ടു. എന്നാൽ അവിടേക്ക് പോകാതെ കൊല്ലം ഭാഗത്തേക്ക് വിടാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഇതോടെ പിന്നാലെ എത്തിയ യുവാക്കൾ ഓട്ടോ തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ ബസ് സ്റ്റോപ്പിൽ കയറിക്കിടന്നു. കൈവശമുണ്ടായിരുന്ന ബാഗ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. തടിച്ചുകൂടിയവരാണ് ശാസ്താംകോട്ട എക്സൈസിനെയും പോലീസിനെയും വിവരമറിയിച്ചത്. എക്സൈസ് സംഘമെത്തി പരിശോധിച്ചപ്പോഴാണ് 2 കെട്ടുകളിലായി 4 കിലോയിലധികം കഞ്ചാവ് ബാഗിൽ നിന്നും കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാടുവെട്ടി നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം കാടുവെട്ടി തെളിച്ചപ്പോൾ കത്തിക്കരിഞ്ഞ കാവി നിറത്തിലുള്ള കൈലിയുടെ 2 കഷ്ണങ്ങൾ മൃതദേഹം കിടന്ന ഭാഗത്തിന് അധികം ദൂരത്തല്ലാതെ അന്വേഷണ സംഘം കണ്ടെത്തി. ഇവിടെ നിന്ന് ലഭിച്ച മറ്റ് തെളിവുകളെ സംബന്ധിച്ച് പോലീസ് കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. ലഭിച്ച സാധന സാമഗ്രികൾ പ്രതികളിലേക്കോ കൊല ചെയ്യപ്പെട്ട ആളിലേക്കോ എത്തുന്ന തരത്തിൽ ബന്ധിപ്പിക്കുന്നതിന് കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്ന് കഴിഞ്ഞ ദിവസം മുക്കടവിലെത്തിയ അന്വേഷണ സംഘ തലവനും പുനലൂർ പോലീസ് സബ് ഡിവിഷന്റെ അധിക ചുമതല വഹിക്കുന്ന ഡിവൈഎസ്പിയുമായ TR ബിജു പറഞ്ഞു. കൊല്ലപ്പെട്ട ആളിനെ കണ്ടെത്താനുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. കാട് നീക്കം ചെയ്യുമ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതിനായി അന്വേഷണ സംഘത്തിലെ 10 പേരെയാണ് കഴിഞ്ഞ ദിവസം നിയോഗിച്ചത്. കാട് വെട്ടി പരിശോധന നടത്തുന്നത് ഇനിയും തുടരും. ഇതിനിടെ അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലേക്ക് പോയ 4-അംഗ സംഘം അവിടെ അന്വേഷണം തുടരുകയാണ്. എന്നാൽ കേരളത്തിലെ സമീപ ജില്ലകളിൽ നിന്നും കാണാതായവരുടെ പട്ടിക പരിശോധിച്ച് ആ ദിശയിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അസാധാരണമായ കൊലപാതകമായതിനാൽ കേസന്വേഷണത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. സംശയകരമായി ചോദ്യം ചെയ്തവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തു നിന്നും അല്ലാതെയും തെളിവുകൾ കൂടി ലഭിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ്. അന്വേഷണം പാളിപ്പോകാതിരിക്കാൻ പ്രധാന വിവരങ്ങൾ പോലീസ് അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയാണ്. ഏറ്റവും തന്ത്രപ്രധാനമായ മുക്കടവ് ഭാഗത്ത് CCTV സ്ഥാപിക്കുന്നതിന് ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC ഡിപ്പോയിൽ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ ഏറ്റുമുട്ടി. പത്തനാപുരത്തായിരുന്നു സംഭവം. ഡിപ്പോയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ ശ്രമിച്ച ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കമറിഞ്ഞ് ഡിപ്പോയിലെത്തിയ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഈ KSRTC കഞ്ചാവ് നടത്താൻ ക്യാമറയുണ്ട്, CCTV ക്യാമറയുണ്ട്. വണ്ടി ഓടിച്ചത് അങ്ങനെ പറഞ്ഞു സാർ. എല്ലാ പ്രാവശ്യം കൂടെ ഞങ്ങളിവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് എന്തോളം ചെയ്യാം. പത്തനാപുരം KSRTC ഡിപ്പോയിൽ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. ഡിപ്പോയിലെ ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കാട്ടി കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ M സാജു ഖാന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മുതൽ പ്രതിഷേധം നടക്കുകയായിരുന്നു. ഇതിനിടെ ATO KB സാബുവുമായി പ്രവർത്തകർ വാക്കുതർക്കമുണ്ടാക്കി. കോൺഗ്രസുകാരെ ATO മർദ്ദിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് ഡിപ്പോയ്ക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ നിലയുറപ്പിച്ചു. KSRTC ജീവനക്കാരന്മാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പോലീസുകാർ കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരുടെ തലയും പത്തനാപുരത്തെ പോലീസുകാരോട് ഞങ്ങൾ പറയുകയാണ്, ഇനിയും നെറികാണിന് കൂട്ടുനിന്നാൽ, ഇനിയും അനീതിക്ക് നിങ്ങൾ കൂട്ടുനിന്നാൽ ഈ നാട്ടിലെ വലിയ സമരങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും. സർവീസ് റെക്കോർഡിൽ നിങ്ങൾ പെൻഷൻ വാങ്ങുകയില്ല ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കെതിരെയുള്ള എല്ലാ പരാതികളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നാളുകളിൽ അത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലും അത് സബ്മിറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പൊതുബോധവുമില്ലാത്ത ചില ആളുകൾ സാമ്പത്തികത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവരായതിന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ ലോക്കലായിട്ട് വരുന്ന ചില നേതാക്കന്മാർ, നേതാവൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഇവരുടെയൊക്കെ കമന്റുകൾ ഞങ്ങൾ കണ്ടു. ബോധവും വിവരവും ഇല്ലാത്ത ആളുകളൊക്കെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വെച്ചാൽ ഇതിനപ്പുറം ഗതികേടിലൊക്കെ പാർട്ടിയൊക്കെ പോയി നശിക്കും. അതുകൊണ്ട് ബോധവും വിവരവും തിരിച്ചറിവും ഒക്കെ ഉള്ള ആളുകളെ ആ പാർട്ടിയുടെ തലപ്പത്തിലേക്ക് വെക്കണം. അത് ഞാൻ മാത്രം പറയുന്നതല്ല. പ്രതിഷേധം കടുപ്പിച്ച പ്രവർത്തകരും ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി മടങ്ങാൻ ശ്രമിച്ച ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടായി. വിവരമറിഞ്ഞ ഡിപ്പോയിലെത്തിയ DYFI നേതാക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഡിപ്പോയിൽ സംഘർഷമുണ്ടാക്കിയവരുടെ പേരിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോൺഗ്രസ് ശാസ്താംകോട്ടയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത്. ശാസ്താംകോട്ടയിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത്. കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
കണ്ണുരുട്ടിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒന്ന് കണ്ണുരുട്ടിയാൽ മോഡി സാഷ്ടാംഗം നമസ്കരിക്കുന്ന അവസ്ഥ ഈ രാജ്യത്തിന് നാണക്കേടാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോവുക. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളോട് പറഞ്ഞു, സമാധാന സദസ്സ് സംഘടിപ്പിക്കുകയിട്ട് ജനങ്ങളോട് പറയൂ എന്താ അവസ്ഥയെന്ന്. അവിടെ പാലസ്തീൻ ദിനം ആചരിക്കണവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സദസ്സ് നടത്തണമെന്ന്. മാ നിഷാദ എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. എന്താണ് അതിന്റെ അർത്ഥം? അഴുത് കാട്ടാള എന്നാണ്. മാ നിഷാദ എന്നതിന്റെ അർത്ഥം അഴുത് കാട്ടാള എന്നാണ്. നമ്മൾ പറയുന്നു ഗാസയിലെ ഈ അതിക്രമവും ഈ ആക്രമണവും നിർത്തണം നീ എന്ന് പറയുകയാണ് ഇസ്രായേൽക്കാരനോട്. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് ആ നിലപാട് സ്വീകരിച്ചു. KPCC അംഗം വി ശശികുമാരൻ നായർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. മിൽമ മുൻ മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ്, DCC ജനറൽ സെക്രട്ടറിമാരായ PK രവി, P നൂറുദ്ദീൻകുട്ടി, കല്ലട ഗിരീഷ്, കാഞ്ഞരവിള അജയകുമാർ, നിർവാഹക സമിതി അംഗം തുണ്ടിൽ നൌഷാദ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഗോകുലനിൽ, P ഹരിലാൽ, CK പൊടിയൻ, ഡോക്ടർ MA സലീം, ഗോകുലം അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നീണ്ടകര പരിമണത്ത് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് അനുകൂല നടപടി സ്വീകരിക്കാത്തതിലും നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്താനും കഴിയാത്ത സാഹചര്യത്തിൽ ആചാര സംരക്ഷണ പൊങ്കൽ നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൊങ്കൽ സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ആചാര സംരക്ഷണ പൊങ്കൽ നടത്തിയത്. ദേശീയപാത 66 നീണ്ടകരയുടെ മധ്യഭാഗമായ പരിമണത്ത് നടപ്പാത അനുവദിക്കണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യത്തോട് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയും നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് പരിമണത്ത് ആചാര സംരക്ഷണ പൊങ്കൽ സംഘടിപ്പിച്ചത്. പരിമണം ക്ഷേത്രം മുതൽ ആറാട്ടുകടവ് വരെയുള്ള ഭാഗത്തായിരുന്നു ആചാര സംരക്ഷണ പൊങ്കാല സംഘടിപ്പിച്ചത്. പ്രതിഷേധ പൊങ്കാലയിൽ സംയുക്ത സമരസമിതി ചെയർമാൻ ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സാധിക്കാത്ത അവസ്ഥയാണ്. അതുപോലെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പല അടിപ്പാതകളും ബസ് കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേക്ക് വളരെ അപകടകരമായ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇത്രയും മോശമായ രീതിയിലൊരു പരിപാടി, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവർ ജനങ്ങളുടെ ആവശ്യം, ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ഈ പണി തീർത്ത് ഇവർ റോഡിലേക്ക് പോകണം, റോഡ് പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നമ്മള് കിലോമീറ്ററുകൾക്കാകെയുള്ള അടിപ്പാതകളിൽ കൂടെയാണ് നമ്മുടെ നടന്നു പോകുന്ന ആളുകളും ബസ്സുകളും കാറുകളും എല്ലാം കയറിപ്പാഞ്ഞ് അപ്പുറവും ഇപ്പുറവും പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സർവീസ് റോഡുകൾ വളരെ വീതി കുറവായതുകൊണ്ട് ഈ അടിപ്പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ വളരെയേറെ കൂട്ടുമുട്ടുകൾ ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ അടിപ്പാതയിൽ കൂടെ കടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ, പൊതുജനങ്ങൾ, ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള വളരെയേറെ ദുഷ്കരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കൺവീനർ G രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. K ലതീശൻ, സജീവ്, G സേതുനാഥൻ പിള്ള, S മന്മഥൻ, ബാബു, ജ്യോതികുമാർ, ഗോപാലകൃഷ്ണപിള്ള, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വേട്ടതറയിൽ ഒരു സമരം നടന്നു. 3 പഞ്ചായത്തുകൾ കിഴക്കോട്ട് പോകേണ്ട ഒരു പ്രദേശം എന്നുള്ള നിലയിൽ സെന്റ് ആക്ടസിന്റെ മുന്നിൽ വരാത്തതുകൊണ്ട് അവിടെ അതിശക്തമായ ഒരു സമരം നടക്കുകയുണ്ട്. അതിനേക്കാൾ മുൻപെയാണ് നമ്മൾ പരിമണത്തെ സമരം ആരംഭിച്ചത്. ആ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം കണ്ടു. നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിന്റെ ആറാട്ട് കടലിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം തന്നെ പരിമണം ക്ഷേത്രത്തിലേക്ക് ആറാട്ട് പോകാൻ ആവശ്യമായ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി പടിഞ്ഞാറ് സൈഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ നമ്മൾ തടയുകയുണ്ടായി. എങ്കിൽ നമുക്ക് ഈ അടിപ്പാത അല്ലെങ്കിൽ ഒരു നടപ്പാതയെങ്കിലും നമുക്ക് ആറാട്ടിന് പോകുവാൻ അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇപ്പോ അടിപ്പാതകൾ ഇപ്പോൾ അനുവദിക്കേണ്ട, ഈ പണി പൂർത്തിയായതിനു ശേഷം മതി എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ചവറ. 25 ജോഡി യുവതി യുവാക്കൾക്ക് ഗാന്ധി ഭവനിൽ മാംഗല്യം. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ഭവന്റെ സഹകരണത്തോടെ സമൂഹ വിവാഹം നടത്തിയത്.
അനുയോജ്യരായ ജോഡികളെ ബന്ധുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടെ കണ്ടെത്തി കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയാണ് സമൂഹ വിവാഹത്തിനായി തിരഞ്ഞെടുത്തത്. ഗാന്ധിഭവനിൽ ലോക മലയാളി കൗൺസിൽ 25 നിർധന യുവതികൾക്കാണ് മാംഗല്യമൊരുക്കിയത്. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ 30ാം വാർഷികങ്ങളോട് അനുബന്ധിച്ചാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത 25 ജോഡി യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം പത്തനാപുരം ഗാന്ധിഭവന്റെ സഹകരണത്തോടെ നടന്നത്. വധൂവരന്മാരുടെ വസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, യാത്രാ ചിലവ്, സദ്യ, പോക്കറ്റ് മണി ഉൾപ്പെടെയുള്ള ചിലവുകൾ വഹിച്ചത് മലയാളി കൗൺസിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാക്കിലും നോക്കിലും സ്വാന്തനത്താലും സമൂഹത്തിൽ പിന്നോക്കമായവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നതിന്റെ ഉദാഹരണമാണ് സമൂഹ വിവാഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓർത്ത് ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമായ കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന്റെ കോർഡിനേഷൻ, മറ്റു കാര്യങ്ങളെന്നെല്ലാം കൃത്യമായി ഇതെല്ലാം നടപ്പാക്കി ഗാന്ധിഭവന്റെ കൂടെ പശ്ചാത്തലത്തിൽ, ഗാന്ധിഭവന്റെ കൂടെ സഹായം ഇവിടെ അത് യാഥാർത്ഥ്യമാക്കി ഇരിക്കുകയാണ്. അതിന് വേൾഡ് മലയാളി കൗൺസിലിനെയും ഗാന്ധിഭവനെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടങ്ങളും വെല്ലുവിളികളും എല്ലാം നടക്കുക. ആ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറേ പേര് ചിരിച്ചുകൊണ്ട് നടക്കുന്നു, അവരുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര സന്തോഷം. കുറേ പേര് ചിരിക്കാതെ നടക്കുന്നു, അവരുടെ ജീവിതത്തിലെല്ലാം ഭയങ്കര സങ്കടം. ഇതാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സന്തോഷവും ദുഃഖവും പ്രയാസവും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ വധൂവരന്മാരെ ആശീർവദിക്കാനെത്തിയിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ, MP മാരായ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, ശൂരനാട് മൗണ്ട് സീനായി ആശ്രമം സുപ്പീരിയർ ഗീവർഗീസ് റംബാൻ, പാളയം ചീഫ് ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവി, ശുഭാനന്ദാശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ, ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ലോക മലയാളി കൗൺസിൽ ഭാരവാഹികളായ നൈനാൻ മത്തായി, ജോൺ മത്തായി, ഗോപാലപിള്ള, ക്രിസ്റ്റഫർ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ പറഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. നേരത്തെ ആയിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നിരന്തരം വിവിധ സംഘടനകളുടെ സമൂഹ വിവാഹ ചടങ്ങുകൾ. അവിടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചു ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് സമൂഹ വിവാഹം നടത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഒന്ന് ജോഡികൾ, പിന്നെ അവരുടെ സമുദായം, മതം, ഇതൊക്കെ അനുയോജ്യമായ രീതികളൊക്കെ കണ്ടെത്തുക, പിന്നെ അതിനുവേണ്ടി വരുന്ന വാണിജ്യ ചെലവുകളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് സമൂഹവിവാഹത്തിനുള്ള പുറകോട്ട്. എന്നാൽ തീർച്ചയായും വീണ്ടും വേൾഡ് മലയാളി കൗൺസിൽ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുഖത്തല മുരാരി ജംഗ്ഷൻ പ്രാണ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ 20 കലാപ്രതിഭകളുടെ നൃത്ത അരങ്ങേറ്റം നടന്നു. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ PS-ന്റെ നേതൃത്വത്തിലാണ് അരങ്ങേറ്റം നടന്നത്. നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടത്തി. മുഖത്തല മുരാരി ജംഗ്ഷൻ പ്രാണ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ 20 കലാപ്രതിഭകളുടെ നൃത്ത അരങ്ങേറ്റമാണ് നടത്തിയത്. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രസന്നിധിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ BS-ന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം. ഇതോടനുബന്ധിച്ച് നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടത്തി. നൃത്ത അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനവും നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടി സുരഭി സന്തോഷ് നിർവഹിച്ചു. അരങ്ങേറ്റം കുറിക്കുന്ന 20 കുട്ടികളുടെ നൃത്തത്തിന്റെ ജേർണിയുടെ തുടക്കത്തിൽ ഞാൻ ഉണ്ട്. അത് കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഭഗവാന്റെ നടയിൽ വെച്ച് ഇങ്ങനെ ഒരവസരം അവർക്ക് കിട്ടിയതിലും അവർ ഒരുപാട് സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. ഈ 20 കുട്ടികളും ദൈവം കല അനുഗ്രഹിച്ച്
നമ്മളുടെ ഭൂമിയിലേക്ക് വിട്ട കുട്ടികളാണ്. ഈ കല മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവരുടെ കയ്യിലാണ്, അവരുടെ അച്ഛനമ്മേൻ്റെയും പ്രോത്സാഹനത്തിലുമാണ്. സോ ഈ കല നിങ്ങളുടെ ലൈഫിൽ എന്ത് വന്നാലും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഡോക്ടർ PR ബിജു അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ BS സ്വാഗതം പറഞ്ഞു. ശ്രീദേവി ജയചന്ദ്രൻ നൃത്തശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. നടി മൃണ്മയി A മൃദുൽ വിശിഷ്ടാതിഥിയായിരുന്നു. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു GS, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് N വിജയൻ ജൂൽസ്യൻ, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി T സുന്ദരകുമാർ, PTA കമ്മിറ്റി അംഗം G പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ നൃത്തവിദ്യാലയത്തിനെ പ്രതിനിധീകരിച്ച് സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു. തുടർന്നാണ് 20 നൃത്ത വിദ്യാർത്ഥികളുടെ പ്രഥമ രംഗാവതരണം ത്രിഭംഗി എന്ന പേരിൽ അരങ്ങേറിയത്. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ BS, അഞ്ജന VP, ആദർശ അശോക് എന്നിവരായിരുന്നു നട്ടുവാംഗം. ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ വായ്പാട്ടും, കലാമണ്ഡലം ചാരിദത്ത മൃദംഗവും, രഘുനാഥൻ സാവിത്രി ഫ്ലൂട്ടും, സുരേഷ് നമ്പൂതിരി വയലിനും അവതരിപ്പിച്ചു. ശ്യാംകുട്ടപ്പൻ ചേർത്തലയും സംഘവുമായിരുന്നു ചമയം. അരുൺ മയൂരം കരുനാഗപ്പള്ളിയാണ് വസ്ത്രാലങ്കാരം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSS വിജയദശമി പഥസഞ്ചലനം നടത്തി. RSSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുനലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പഥസഞ്ചലനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചത്. RSSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വിജയദശമി പഥസഞ്ചലനം നടത്തിയത്. പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. നമസ്തേ നമസ്തേ പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത. പുനലൂർ അഷ്ടമംഗലം പുരിക്കലിലായിരുന്നു പരിപാടി. തന്നെയാണ് മാതൃപൂജയ്ക്കായി നാം ഒത്തുചേരാം. മാതാവിൻ വൈഭവ മന്ത്രവുമായി മാതൃപൂജയ്ക്കായി നാം ഒത്തുചേരാം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക കൂടിയായിരുന്നു ഇത്തവണ. പഥസഞ്ചലനത്തിനു ശേഷം നടന്ന പൊതുപരിപാടിയിൽ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ റിട്ടയേർഡ് കേരള പോലീസ് ASI J ഗോപി അധ്യക്ഷത വഹിച്ചു. സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ശക്തി പ്രകടനക്കാരാണ്, ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നെല്ലാം മേലുദ്യോഗസ്ഥരും മറ്റും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തീർത്തും അത് ശരിയല്ല, അല്പം ശരിയുണ്ട് തന്നെ. കാരണം പോലീസ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ ജീവനും സ്വത്തിനും മനുഷ്യാവകാശത്തിനും ആത്മാഭിമാനത്തിനും സകലത്തിനും സംരക്ഷണം നൽകുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു വിഭാഗമാണ്. ആകയാൽ പോലീസിന്റെ പ്രഥമ ജോലി ക്രമസമാധാനമാകുന്നു, നാട്ടിൽ സമാധാനം ഉണ്ടാക്കലാകുന്നു, കുറ്റകൃത്യം ഉണ്ടാകാതെ തടയലാകുന്നു. ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. പല പ്രസ്ഥാനങ്ങളും ഭാരതത്തിൻ്റെ ഈ 100 വർഷം പിന്നിടുമ്പോഴും ഭാരതത്തിൻ്റെ ചില കോണുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ എൻ്റെ ഭംഗി കുറയ്ക്കാൻ ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല. ചില സംഘടനകൾ അതിലും പഴക്കമുള്ളതാണ്. അതിൻ്റെ അവസ്ഥയും വളരെ വളരെ ദുർബലമാണ് എന്ന് നമുക്കറിയാം. പല സംസ്ഥാനങ്ങളിലും നാമമാത്രമായി നിലനിൽക്കുന്നു. സജീവ സാന്നിധ്യമുള്ളത് ഈ വിരലിൽ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി ഒരു വ്യക്തി, 35 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഡോക്ടർ കേശവ ബലിറാമൻ. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിൽ നിന്നുമാണ് പഥസഞ്ചലനം ആരംഭിച്ചത്.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുവിപണിയിലെ വില വർധനവ് പിടിച്ചു നിർത്താൻ സപ്ലൈകോ. സബ്സിഡി സാധനങ്ങൾക്ക് വലിയ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവുണ്ട്. മട്ട ജയ അരി 33 രൂപയ്ക്കും വെളിച്ചെണ്ണ 319 രൂപയ്ക്കുമാണ് സപ്ലൈകോയിൽ ലഭിക്കുന്നത്. അരി ഉൾപ്പെടെ പ്രധാന പലവ്യഞ്ജനങ്ങൾക്ക് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയാണുള്ളത്. ജയ അരി, കുറുവാരി, മട്ട അരി എന്നിവയെല്ലാം കിലോയ്ക്ക് 33 രൂപ എന്ന ഏകീകൃത വിലയ്ക്കാണ് ലഭിക്കുക. പച്ചരി കിലോയ്ക്ക് 29 രൂപ മാത്രമാണ് വില. ചെറുപയർ കിലോയ്ക്ക് 85 രൂപ, ഉഴുന്ന് 90 രൂപ, കടല 65 രൂപ, വൻപയർ 70 രൂപ എന്നിങ്ങനെയാണ് പയറുവർഗ്ഗങ്ങളുടെ വില. കിലോയ്ക്ക് പൊതുവിപണിയിൽ 100-ന് മുകളിൽ വിലയുള്ള ഉൽപ്പന്നങ്ങളാണിത്. തുവരപ്പരിപ്പിന് സബ്സിഡി നിരക്കിൽ 88 രൂപയാണ് വില. മറ്റ് അവശ്യവസ്തുക്കളിൽ മുളക് 1 കിലോയ്ക്ക് 115 രൂപ 50 പൈസയ്ക്ക് ലഭിക്കും. പൊതുവിപണിയിൽ കിലോയ്ക്ക് 46 രൂപ 21 പൈസ വിലയുള്ള പഞ്ചസാര സപ്ലൈകോയിൽ 34 രൂപ 65 പൈസയ്ക്ക് ലഭിക്കും. വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ 1/2 ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന 1/2 ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില 319 രൂപയാണ്. പൊതുവിപണിയിൽ 466 രൂപ 38 പൈസ വിലയുള്ള വെളിച്ചെണ്ണയ്ക്കാണ് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനാപുരത്ത് KSRTC സ്വിഫ്റ്റ് ബസിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. 2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ലഗേജ് ബോക്സിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പന്മന സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് പിടികൂടിയത്. തേവലക്കരയിലെ വാടക വീട്ടിൽ നിന്ന് MDMA-യും കഞ്ചാവും പിടിച്ചെടുത്തു. KSRTC ഡിപ്പോയിൽ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ ഏറ്റുമുട്ടി. പത്തനാപുരത്തായിരുന്നു സംഭവം. ഡിപ്പോയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കമറിഞ്ഞ് ഡിപ്പോയിലെത്തിയ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. 25 യുവതി യുവാക്കൾക്ക് മാംഗല്യമൊരുക്കി ഗാന്ധിഭവൻ. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമൂഹ വിവാഹം. കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയാണ് സമൂഹ വിവാഹത്തിനായി യുവതി യുവാക്കളെ തിരഞ്ഞെടുത്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.